G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഞങ്ങളുടെ മറ്റ് വീഡിയോകളും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എറണാകുളം കൊച്ചി നഗരത്തിന്റെ ഭാഗമായ പള്ളുരുത്തി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ഭവാനീശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഭവാനീശ്വര രൂപത്തിലുള്ള പരമശിവനാണ്. കൂടാതെ ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഭദ്രകാളി, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, അത്ഭുതയക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരു നടത്തിയ ശ്രമങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 1916 മാർച്ച് 8-നാണ് ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. മഹാത്മാഗാന്ധി ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. പള്ളുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം മധ്യ കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. പിന്നോക്ക വിഭാഗങ്ങളിൽ സ്വർണ്ണ കൊടിമരം ലഭിച്ച ആദ്യത്തെ ക്ഷേത്രം എന്ന ബഹുമതി ഇതിനുണ്ട്. ക്ഷേത്രത്തോടൊപ്പം സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ സ്കൂൾ ശൃംഖലയായി കണക്കാക്കപ്പെടുന്ന SDPY സ്കൂളുകളും ശ്രീധർമ്മ പരിപാലന യോഗം നടത്തുന്ന 2 പ്രധാന സ്ഥാപനങ്ങളാണ്. ഗുരുദേവന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമായ SDPY ഈ മേഖലയിലെ ഈഴവ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഉന്നമനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു ക്ഷേത്രം തന്ത്രിയുടെ ആത്മീയ മാർഗനിർദ്ദേശത്തിൽ ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പവിത്രമായ ആചാരങ്ങളും പാലിക്കുന്നു. കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന ക്ഷേത്രത്തിന്റെ വാർഷികം 10 ദിവസത്തെ ഉത്സവം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിൽ കൊടികയറി നടക്കുന്ന 8 ദിവസത്തെ കൊടിയേറ്റ് ഉത്സവം അതേ മാസത്തിൽ വരുന്ന ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, കന്നിമാസത്തിലെ നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, ചിങ്ങമാസത്തിലെ ശ്രീനാരായണ ഗുരു ജയന്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, മകരമാസത്തിലെ തൈപ്പൂയം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി, വൃശ്ചിക മാസത്തിലെ മണ്ഡലവിളക്ക്, മേടമാസത്തിലെ വിഷു എന്നിവയും അതിവിശേഷമാണ്. പള്ളുരുത്തിക്ക് ചുറ്റുമുള്ള 13 ദേശങ്ങളിലെ ഈഴവരുടെ നേതൃത്വത്തിലുള്ള ശ്രീധർമ്മ പരിപാലന യോഗം എന്ന സ്ഥാപനത്തിനാണ് ക്ഷേത്രഭരണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.